നിങ്ങൾ എന്നെ എന്തിനു വരാൻ പറഞ്ഞത്? വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. വിസിലടിക്കാം. മോശ സമയത്തിന് വിസിലുമില്ല. നീ വന്നാ ഇടി എന്റെ വിസിലിന് ശബ്ദമില്ലാതെ പിന്നെ നീ എങ്ങനെ വന്നത്? ഓ, ചേട്ടന്റെ വിസിൽ എത്രത്തോളം നീളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സൈക്കിളിന് കാറ്റടിക്കുന്നപ്പോഴത്തെ സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നിങ്ങളായിരിക്കും. എന്നെ കിളത്തിയത് മതി. ആദ്യം നീ എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയെന്ന് പറ. അതെന്താന്നറിയോ? നിന്നെ ഒരാൾ പെണ്ണ് കാണാൻ വരുവോ? അപ്പൊ ചെലവുണ്ട്. നമുക്ക് ഒളിച്ചോടണ്ടേ? ഒളിച്ചോടാനാ? എന്റെ പൊന്നുമോളെ, ഒളിച്ചോടാനുള്ള ഒരു തയ്യാറെടുപ്പ് ഞാൻ എടുത്തിട്ടില്ല. തയ്യാറെടുത്ത് ഓടാൻ വേണ്ടിട്ട് ഇത് 100 മീറ്റർ ഓട്ടോ അല്ല, ഒളിച്ചോട്ടമാ. നമ്മൾ രണ്ടുപേരും മതി. ആദ്യം ഒളിച്ചോടാൻ നമ്മൾ രണ്ട് മാത്രമേ കാണുള്ളൂ. അവസാനം നിന്റെ ആൾക്കാരെല്ലാം പിറകെ വരും. അവസാനം അതൊരു മാരത്തോൺ ഓട്ടോ ആയിട്ട് മാറും. ഓ, കരുനാക്കെടുത്ത് വളക്കല്ലേ മനുഷ്യ. നിങ്ങൾ ഒന്ന് മൂളിയാ ഞാൻ ഇപ്പൊ കൂടെ വരും. ചില്ലേല്ലേ ചില്ലേല്ലേ ചില്ല വെട്ടണ ചില്ലേല്ലേ. കൂടാൻ പറഞ്ഞപ്പോ നിന്ന് പാട്ട് പാടുന്നോ? ഞാനല്ലേ പാടിയത്. ആ ഇലക്ട്രിസിറ്റിയുടെ ടച്ച് വെട്ടുകാരനാ. ചില്ലേല്ലേ ചില്ലേല്ലേ ചില്ല വെട്ടണ ചില്ലേല്ലേ. രണ്ടെണ്ണം കൂടെ രാവിലെ ലൈൻ വലിയാണല്ലേ. തടസ്സമായിട്ട് വല്ല ചില്ലയുണ്ടെങ്കിൽ പറഞ്ഞാ മതി, വെട്ടിത്തരാം. തടസ്സമായിട്ടുള്ള തന്തയുണ്ട് അകത്ത്. അങ്ങനെ വെട്ടിയാ ഞാൻ ജയിലിൽ പോവും. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തോന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. തന്നോടൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമുക്ക് പോവാം. പിന്നെ നിന്റെ തന്തയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടുന്ന് ഒരു തരി പൊന്നുപോലും ഞാൻ എടുക്കൂല. അതെനിക്കറിയാം ചേട്ടാ. നീ എടുക്കണം. നമുക്ക് അങ്ങോട്ട് ജീവിക്കണ്ടേ? അയ്യോ, ഒരു തരി പൊന്നുപോലും ബാക്കി വെക്കരുത്. കംപ്ലീറ്റ് പാഴ്സൽ ബാഗ് കൊടുത്തിട്ട് പെട്ടെന്ന് വാ. നല്ല സൂപ്പർ കണ്ണിമാങ്ങ. ഗർഭിണിയായിരിക്കണ എന്റെ ഭാര്യക്ക് അച്ചാർ ഇട്ട് കൊടുക്കാം. വൈകുന്നേരം എനിക്ക് ടച്ചിങ്സും ആക്കാം.